CPM നേതാക്കൾ പ്രതിയായ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മറയ്ക്കുന്നതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗം. ഈ വിഷയത്തിൽ കോൺഗ്രസ് മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ കൂടുതൽ CPM നേതാക്കൾ ജയിലിലേക്ക് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് അണക്കരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാകെ ഉള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടാണ് N വാസുവിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിലായത്. അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ്. എന്നിട്ട് പോലും അവർക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം. കാരണം അവരിനി മറ്റു നേതാക്കളെ പറ്റി മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിന്. ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറെ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ ജയിലിൽ പോകും. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോ ഒരു പരാതി, ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് KPCC പ്രസിഡന്റിന് വന്നു. അദ്ദേഹം അത് അപ്പൊ തന്നെ DGPക്ക് അത് ഫോർവേഡ് ചെയ്തു. പാർട്ടി നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായന് ഉറപ്പായിട്ട്. പാർട്ടി നടപടി എടുത്തപ്പോ പാർട്ടി ഒരു പ്രതിരോധത്തിലുമില്ല. പാർട്ടിയുടെ മീതെ, കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും. പാർട്ടിക്ക് ഒരു ക്ഷീണമില്ല. ഈ പാർട്ടിയെ കുറിച്ച് അഭിമാനത്തോടെ ഞങ്ങൾ